ഇന്ത്യയെ ഒന്നിപ്പിക്കുവാൻ നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ശേഷം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര ഭാരത് ജോഡോ യാത്ര. വെറുപ്പിൻ്റെ കമ്പോളങ്ങളിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ നടത്തിയ യാത്ര. ജനസാഗരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾക്കപ്പുറത്തു നിന്നുകൊണ്ട് ഇന്ത്യൻ എന്ന വികാരത്തെ വീണ്ടും ജനഹൃദയങ്ങളിൽ ഉണർത്തി രാജ്യത്തിൻ്റെ ഏറ്റവും ദുസ്സഹമായ സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കി രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന ആശയം വിതറുന്ന ഭാരത് ജോഡോ യാത്ര. രാജ്യത്തെ പല അതിർവരമ്പുകളുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു ഭരണകൂട ഭീകരതയുടെ മുമ്പിൽ മനുഷ്യന് ഏറ്റവും വലുത് സ്നേഹമാണെന്നും ചേർത്തുപിടിക്കലാണെന്നും ഇവിടെ സ്നേഹം കൊണ്ടേ രാജ്യത്തെ പഴയപടി തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയൂ എന്നും ഉറച്ച ബോധ്യം ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച യാത്ര ഭാരത് ജോഡോ യാത്ര. ഇന്ത്യക്ക് ഒരു സമര നായകനെ കൊടുത്ത യാത്ര, ഇന്ത്യക്ക് ഒരു നേതാവിനെ നൽകിയ യാത്ര, ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയ യാത്ര ഭാരത് ജോഡോ യാത്ര. ആ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഭാഗം ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ആരംഭിക്കുന്നു. വംശീയ ഹത്യയുടെ, വംശീയ കൊടുക്രൂരതയുടെ കളമായി മാറിയ മണിപ്പൂരിൽ നിന്നും ആരംഭിക്കുന്നു. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്നും 35 കിലോമീറ്റർ അകലെയുള്ള തൗബാലിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി യാത്ര ആരംഭിക്കുന്നു. യാത്രയുടെ തുടക്കം തൊട്ട് തന്നെ ഇത് തടയിടുവാൻ പല സുരക്ഷാ പ്രശ്നങ്ങളും പറഞ്ഞ് ഭരണകൂടം ഭാരത് ജോഡോ ന്യായ് യാത്രയെ തടയും. പക്ഷേ ആ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ന് ഈ രാജ്യത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള, ഇന്ന് ഈ രാജ്യത്തിൻ്റെ പഴയ ഉണർവ് തിരിച്ചുപിടിക്കുവാനുള്ള ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കുകയാണ്. ഇത് പ്രതീക്ഷയുടെ യാത്രയാണ്, ഇത് പ്രത്യാശയുടെ യാത്രയാണ്. ഈ യാത്ര മണിപ്പൂരിൽ നിന്ന് മാർച്ച് 20-ാം തീയതി മുംബൈയിൽ അവസാനിക്കുമ്പോൾ അതിനുശേഷമുള്ള ഒരു വലിയ യുദ്ധമുണ്ട്. ആ യുദ്ധം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൻ്റെ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കുക, ഈ രാജ്യത്തെ സമാധാനത്തിൻ്റെ പാതയിൽ നയിക്കുക, ഈ രാജ്യത്തെ മതേതരത്വത്തിൻ്റെ പാതയിൽ നയിക്കുക എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരു വലിയ സഖ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായി പ്രവർത്തിക്കുന്നു. ഭാരത് ജോഡോ യാത്രയിൽ പറയുന്ന ചേർത്തുനിൽപ്പിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെപ്പറ്റി ഇത് തന്നെയാണ് ഇന്ത്യ എന്ന മഹാസഖ്യവും പറയുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖാർഗെ, സിദ്ധരാമയ്യ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാർ, AICC അംഗങ്ങൾ, അങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ളവർ എല്ലാവരും പങ്കെടുക്കുന്നു ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി. ഇന്ത്യ സഖ്യകക്ഷികളിൽ പ്രധാനികളും ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷയുടെ പ്രശ്നം കാരണം സോണിയാഗാന്ധി പങ്കെടുക്കുന്നില്ല. പക്ഷേ എല്ലാവിധ ആശംസകളും നൽകുന്നുമുണ്ട്. തെക്കുനിന്ന് വടക്കോട്ടുള്ള യാത്ര അവസാനിച്ചു. ഇനി കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക്. അതുകൂടി കഴിയുമ്പോൾ ഇന്ത്യ ഒരുമിച്ച് നിൽക്കും എന്ന ശുഭവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ഇത് ഒരു രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയുള്ള യാത്രയല്ല, ഇത് ഒരു താല്പര്യത്തിനും വേണ്ടിയുള്ള യാത്രയല്ല, ഇത് ഏക ലക്ഷ്യത്തിനു വേണ്ടിയുള്ള യാത്രയാണ്. ഈ രാജ്യത്തെ പഴയ ഇന്ത്യയാക്കി തിരിച്ചു കൊണ്ടുവരിക എന്ന ഉറച്ച ലക്ഷ്യത്തിൻ്റെ യാത്ര. ഈ യാത്ര ഈ രാജ്യത്തെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ജനതയെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്ര. ആ യാത്രയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചുവയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എങ്കിലും ഭാരതത്തിനെ ഭാരതമായി നിലനിർത്തിയ, ഭാരതത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ, ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്തിയ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ജനം മറക്കില്ല എന്ന ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട്. മാർച്ച് 20-ന് അവസാനിക്കുന്ന യാത്ര 66 ദിവസങ്ങളിലൂടെ 6713 കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു. വാഹനങ്ങളിലും ബസ്സിലുമൊക്കെയായാണ് സഞ്ചാരം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം കാൽനട യാത്രയും ഉണ്ട്. ഭാരത് ജോഡോ യാത്രയുടെ സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ് നിരാലംബരായവർ, കണ്ണീരോടുകൂടി വാരിപ്പുണരുവാൻ വന്നവർ, രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചവർ. ഭാരത് ജോഡോ യാത്ര അവസാനിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ട്രക്ക് ഡ്രൈവർമാരെയും മത്സ്യത്തൊഴിലാളികളെയും ഓട്ടോ തൊഴിലാളികളെയും അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വയറ്റിപ്പിഴപ്പിന് വേണ്ടി, അന്നത്തിനു വേണ്ടി പണിയെടുക്കുന്ന എല്ലാ മനുഷ്യരെയും കണ്ട് അവരോടൊപ്പം ഓരോ ദിവസവും ചെലവഴിച്ചുകൊണ്ട് ഭാരത് ജോഡോ യാത്ര നിശബ്ദമായി നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി. ഇപ്പോൾ നടക്കുന്നത് ഭാരത് ജോഡോ ന്യായ് യാത്ര. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് മനുഷ്യനെ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള യാത്ര. ഏറ്റവും കൂടുതൽ ദിവസം ചെലവഴിക്കുക UPയിലാണ്, യോഗി ആദിത്യനാഥിൻ്റെ UP. ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ നടക്കുന്ന UP. ദേശീയ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന UP.
അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനം നടക്കുവാൻ പോകുന്ന UP. അവിടെയാണ് ഏറ്റവും കൂടുതൽ ദിവസം കോൺഗ്രസ് ചെലവഴിക്കുക. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയപരമായ മികച്ച ഒരു തന്ത്രം കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ശ്രീരാമക്ഷേത്രവും അയോധ്യയും ഒന്നും ആരുടെയും തറവാട്ട് സ്വത്തല്ല, അത് വിശ്വാസികളുടേതാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ കൂടി ചിലപ്പോൾ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് ഉപയോഗപ്പെടുത്തിയേക്കാം. ഭാസ് എന്നാൽ പ്രകാശം, രഥം എന്നാൽ അനുരാഗം, ഭാരതം എന്നാൽ പ്രകാശത്തെ പ്രണയിച്ചവൾ. സ്വാതന്ത്ര്യത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ, അഖണ്ഡതയുടെ ഒക്കെ പ്രകാശങ്ങളെ പ്രണയിച്ച ഭാരതത്തെ 1947 ചോര കൊടുത്ത് വിയർപ്പ് കൊടുത്ത് തിരിച്ചുപിടിച്ച അതേ ഇന്ത്യൻ ജനവികാരത്തോടുകൂടി ഭാരതത്തെ തിരിച്ചുപിടിക്കണമെന്ന ഏക ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര.